ജില്ലയിൽ വീണ്ടും H1N1 പനി മരണം. കൊടുങ്ങല്ലൂർ ശ്രീനാരായണപുരം സ്വദേശിയാണ് മരിച്ചത്. തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ നവജാത ശിശുവിന്റെ മൃതദേഹം കണ്ടെത്തി. 2 ദിവസം പ്രായമുള്ള ആൺകുഞ്ഞിന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത്. മുഖ്യമന്ത്രിയുടെ ദൂതനായാണ് ADGP MR അജിത് കുമാർ RSS നേതാക്കളെ സന്ദർശിച്ചതെന്ന് KPCC വർക്കിംഗ് പ്രസിഡന്റ് TN പ്രതാപൻ. വിഷയത്തിൽ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും BJP സംസ്ഥാന പ്രസിഡന്റ് K സുരേന്ദ്രനും ഒരേ ഭാഷയാണെന്നും പ്രതാപൻ. തിരുവല്ലമല മഹാദേവ ക്ഷേത്രത്തിൽ മോഷണം. 4 ഭണ്ഡാരങ്ങളും വഴിപാട് കൗണ്ടറും കുത്തിത്തുറന്നാണ് കവർച്ച. ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചുള്ള മോഷണങ്ങൾ തുടർക്കഥയാകുന്നു. നമസ്കാരം. വിശദാംശങ്ങളിലേക്ക്. കൊടുങ്ങല്ലൂരിന് സമീപം ശ്രീനാരായണപുരത്ത് H1N1 ബാധിച്ച് ചികിത്സയിലായിരുന്നയാൾ മരിച്ചു. ശ്രീനാരായണപുരം ശംഖുബസാർ കൈതക്കാട്ട് 54 വയസ്സുള്ള അനിലാണ് മരിച്ചത്. പനിയും ചുമയും ബാധിച്ച് ചികിത്സയിലായിരുന്ന അനിലിന് ഓഗസ്റ്റ് 23-ാം തീയതിയാണ് H1N1 സ്ഥിരീകരിച്ചത്. ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനം തകരാറിലായതിനെ തുടർന്ന് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം സംഭവിച്ചത്. തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ വീണ്ടും നവജാത ശിശുവിന്റെ മൃതദേഹം കണ്ടെത്തി. റെയിൽവേ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോമുകൾക്കിടയിലെ മേൽപ്പാലത്തിലാണ് ഉപേക്ഷിക്കപ്പെട്ട ബാഗിനുള്ളിൽ മൃതദേഹം കണ്ടെത്തിയത്. 1 ദിവസം മാത്രം പ്രായമുള്ള ആൺകുഞ്ഞിന്റെ മൃതദേഹമാണ് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. രാവിലെ ഫുട് ഓവർ ബ്രിഡ്ജ് ക്ലീൻ ചെയ്യുന്നതിനിടെ ശുചീകരണ തൊഴിലാളികളാണ് ബാഗ് കണ്ടെത്തിയത്. മെഫോബി ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് കണ്ടത്. ലിഫ്റ്റിൻ്റെ സൈഡിലായിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ആ ബാഗ് എടുത്തിട്ട് അവിടെ ഒരു സൈഡിൽ ഒരു ചേച്ചി ചേട്ടനൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരെയാണെന്ന് വെച്ചപ്പോൾ എല്ലാം പറഞ്ഞു. അപ്പോൾ അതെടുത്തിട്ട് മാറ്റി അവിടെ നീക്കി വയ്ക്കുമ്പോഴേക്കും സെക്കൻഡിൽ നിന്ന് RPF രേഷ്മ മാഡം വന്നു. ആളോട് വെച്ച് പറഞ്ഞു ഈ ബാഗ് കനണ്ട് പറഞ്ഞപ്പോൾ പറഞ്ഞു ഇത് ഇവിടുന്ന് കിട്ടിയതാണ് പറഞ്ഞപ്പോൾ ആൾ പറഞ്ഞു ഒന്ന് തുറന്നു നോക്കാൻ പറഞ്ഞു. തുറന്നു നോക്കിയപ്പോഴാണ് അതിലിങ്ങനെ പാഡിൽ പൊതിഞ്ഞിട്ട് ഒരു മഞ്ഞ ടർക്കിൽ പൊതിഞ്ഞ് വെച്ചിരുന്ന് കണ്ടത്. ആൺകുഞ്ഞാണെന്നാണ് അവർ നോക്കിയിട്ട് പറഞ്ഞത്. ഇവർ അറിയിച്ചതിനെ തുടർന്ന് RPF ഇൻസ്പെക്ടർ അജയ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസും റെയിൽവേ പോലീസും സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. മേൽപ്പാലത്തിൽ CCTV സ്ഥാപിച്ചിട്ടില്ലാത്തതിനാൽ ആരാണ് കുഞ്ഞിനെ ഉപേക്ഷിച്ചതെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. 1ഉം 2ഉം പ്ലാറ്റ്ഫോമിലെ CCTV ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചു വരികയാണ്. ആശുപത്രികൾ കേന്ദ്രീകരിച്ചും പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. സമാന രീതിയിൽ കഴിഞ്ഞ മാർച്ച് 1-ാം തീയതി സ്റ്റേഷന്റെ വടക്ക് ഭാഗത്തുള്ള ഫുട് ഓവർ ബ്രിഡ്ജിന് സമീപത്തു നിന്നും കുഞ്ഞിന്റെ മൃതദേഹം ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയിരുന്നു. TCV തൃശൂർ. ADGP MR അജിത് കുമാർ RSS നേതാക്കളെ സന്ദർശിച്ചതിന് പിന്നിൽ CPM-ന്റെയും BJP-യുടെയും ഡീലാണെന്ന് KPCC വർക്കിംഗ് പ്രസിഡന്റ് TN പ്രതാപൻ. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും BJP സംസ്ഥാന പ്രസിഡന്റ് K സുരേന്ദ്രനും ഒരേ ഭാഷയാണെന്നും പ്രതാപൻ. തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു പ്രതാപൻ. 2024 തൃശൂർ പൂരം ബോധപൂർവം അലങ്കോലപ്പെടുത്തുവാൻ ADGPക്ക് ധൈര്യം വന്നത്. ADGPക്ക് അതിനാവശ്യമായ നിർദ്ദേശം കൊടുത്തത്. അതുകൊണ്ട് തൃശൂരിലെ BJP സ്ഥാനാർത്ഥിയുടെ വിജയം പിണറായി വിജയന്റെ മകളുടെയും തൃശൂർ ജില്ലയിലെ CPM നേതാക്കളുടെയും രക്ഷയ്ക്കായി നൽകിയ ദാനമാണ്. ഇതിനു മുൻപ് കേരളത്തിലെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാക്കന്മാരെ സീനിയർ IPS ഉദ്യോഗസ്ഥന്മാർ അവിടെ പോയി സന്ദർശിച്ചതായി കേട്ടിട്ടില്ല. മുഖ്യമന്ത്രിയുടെ ദൂതനായിട്ടാണ് ADGP MR അജിത് കുമാർ RSS നേതാക്കളെ കണ്ടത്. RSSും CPM-ഉം തമ്മിലുള്ള ഡീല് ഞങ്ങൾ പുറത്തു കൊണ്ടുവരും. തൃശ്ശൂരാണ് അതിന്റെ കേന്ദ്രം. RSS നേതാവിനെ കണ്ടത് തൃശ്ശൂരിൽ, ഈ പൂരം കലക്കിയത് തൃശ്ശൂരിൽ, കരുവന്നൂർ കേസ് ED കേസ് അട്ടിമറിച്ചത് തൃശ്ശൂരിൽ. ഈ BJPക്ക് ഡീലിന്റെ ഭാഗമായി ഒരു സ്ഥലത്ത് സ്വന്തം മുന്നണിയിലെ സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തിച്ച് BJPക്ക് അക്കൗണ്ട് തുറക്കാൻ അവസരം കൊടുത്തത് തൃശ്ശൂരിൽ. തൃശൂരിലെ BJP സ്ഥാനാർത്ഥിയുടെ വിജയം CPM നേതാക്കളുടെ രക്ഷയ്ക്കായി നൽകിയ ദാനമാണ്. കരുവന്നൂർ കേസും എക്സാലോജി കേസും എഴുതിത്തള്ളിയതുപോലെയാണെന്നും ഇതിന് തെളിവാണ് അന്വേഷണ ഉദ്യോഗസ്ഥനായ പ്രശാന്ത് കുമാറിനെ സ്ഥലം മാറ്റിയത് എന്നും പ്രതാപൻ ആരോപിച്ചു. കരുവന്നൂർ കേസ് ED അവസാനിപ്പിച്ച നിലയിലാണ്. എന്ത് ഡീൽ, ഏത് അടിസ്ഥാനത്തിലാണ് കരുവന്നൂർ കേസും എക്സാലോജിക്കൽ കേസും ED എഴുതിത്തള്ളിയതുപോലെ ആക്കിയത്? CPM-നെ സംഘപരിവാറിന്റെ തൊഴുത്തിൽ കൊണ്ടുകെട്ടുന്നതിന് നേതൃത്വം കൊടുത്തിരിക്കുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. അതിന് ഇടനിലക്കാരനാണ് MR അനിൽകുമാർ. തൃശൂർ, ആറ്റിങ്ങൽ, തിരുവനന്തപുരം എന്നിവിടങ്ങളിൽ CPM BJPയെ സഹായിക്കണം എന്നായിരുന്നു ഡീൽ.
ഈ രണ്ട് കേന്ദ്ര ഏജൻസികളുടെയും അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ മുഴുവൻ ADGP അജിത് കുമാറിന്റെ കൈക്കുമ്പിളിലാണ്, അദ്ദേഹത്തിന്റെ നിയന്ത്രണത്തിലാണ്. കാരണം അദ്ദേഹം ശുപാർശ ചെയ്തവരെയാണ് ഡൽഹിയിൽ നിന്നും നിയമിച്ചിട്ടുള്ളത്. ഇതെല്ലാം തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ BJPയെ ജയിപ്പിക്കുന്നതിന് ഉണ്ടാക്കിയ കരാറാണ്. RSSനും സംഘപരിവാറിനും വേണ്ടി ഓൺലൈൻ മാധ്യമ പ്രവർത്തനം നടത്തുന്ന വ്യക്തിയെ അറസ്റ്റ് ചെയ്യാതിരിക്കാൻ ഡൽഹിയിലെ RSS കേന്ദ്രത്തിൽ നിന്നാണ് നിർദ്ദേശമുണ്ടായതെന്നും RSSും CPMും തമ്മിലുള്ള ഡീൽ കോൺഗ്രസ് പുറത്തുകൊണ്ടുവരുമെന്നും പ്രതാപൻ പറഞ്ഞു. ഒരു ജനപ്രതിനിധിയെ ജാതീയമായി ആക്ഷേപിച്ച് അറസ്റ്റ് വാറണ്ട് ഉണ്ടായി. ആ അറസ്റ്റ് വാറണ്ട് നിലനിൽക്കുമ്പോൾ അയാൾ അറസ്റ്റ് ചെയ്യാതിരിക്കാൻ കാരണം ADGP MR അജിത് കുമാറാണ്. RSSനും സംഘപരിവാറിന് വേണ്ടി കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഓൺലൈൻ മീഡിയ ഉപയോഗിച്ച് പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളാണ് മറുനാടൻ മലയാളി. DCC ഓഫീസിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ അനിൽ അക്കരയും പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് TCV. തിരുവല്ലാമല മഹാദേവ ക്ഷേത്രത്തിൽ മോഷണം. ക്ഷേത്രത്തിലെ 4 ഭണ്ഡാരങ്ങളും വഴിപാട് കൗണ്ടറും കുത്തിത്തുറന്നാണ് മോഷണം നടത്തിയിട്ടുള്ളത്. കാലത്ത് നട തുറക്കാൻ എത്തിയവരാണ് മോഷണം നടന്നതായി അറിഞ്ഞത്. 10,000-ഓളം രൂപ നഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. പഴയന്നൂർ പോലീസ് സ്ഥലത്തെത്തി നടപടികൾ സ്വീകരിച്ചു. കഴിഞ്ഞ ദിവസം കൊണ്ടാഴി തളി ശിവപാർവതി ക്ഷേത്രത്തിലും മോഷണം നടന്നിരുന്നു. ഇവിടെ നിന്നും നിലവിളക്കാണ് മോഷണം പോയിരിക്കുന്നത്. 2 മാസം മുൻപ് തിരുവല്ലാമല വില്വാദ്രിനാഥ ക്ഷേത്രത്തിലും മോഷണം നടന്നിരുന്നു. മേഖലയിൽ കുറച്ചുനാളുകളായി ക്ഷേത്രങ്ങളിൽ മോഷണം നടന്നുവരുന്നതിനാൽ പോലീസ് രാത്രികാല പട്രോളിംഗ് ഊർജിതമാക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ഗുരുവായൂരിൽ റെക്കോർഡ് താലികെട്ട്. ഉച്ചപൂജയ്ക്ക് നട അടയ്ക്കുന്നതുവരെ 334 വിവാഹങ്ങളാണ് ക്ഷേത്ര സന്നിധിയിൽ നടന്നത്. 2017 ഓഗസ്റ്റ് 26-ന് 277 വിവാഹങ്ങൾ നടന്നതാണ് ഇതുവരെയുള്ള റെക്കോർഡ്. ക്ഷേത്രനടയിൽ തിരക്ക് അനുഭവപ്പെടാത്ത രീതിയിലാണ് വിവാഹങ്ങൾ നടന്നത്. തൊഴാനുള്ള ഭക്തരെ ദീപസ്തംഭത്തിന് അടുത്തേക്ക് പ്രവേശിപ്പിച്ചില്ല. ടോക്കൺ ലഭിച്ച വിവാഹ സംഘങ്ങൾ മേൽപ്പത്തൂർ ഓഡിറ്റോറിയം വഴി മണ്ഡപങ്ങൾക്ക് അടുത്തെത്തി. താലികെട്ട് കഴിഞ്ഞവർ ദീപസ്തംഭത്തിന് മുന്നിലൂടെ തെക്കേ നടവഴി വഴി പുറത്തിറങ്ങി. തിരക്ക് കണക്കിലെടുത്ത് കർശന നിയന്ത്രണങ്ങളാണ് ക്ഷേത്ര പരിസരത്ത് ഒരുക്കിയിരുന്നത്. സാധാരണ രാവിലെ 5 മണിക്ക് ആരംഭിക്കുന്ന താലികെട്ട് 4 മണിക്ക് ആരംഭിച്ചു. 4 മണ്ഡപങ്ങളിലായി നടത്താറുള്ള താലികെട്ട് 6 മണ്ഡപങ്ങളിലായാണ് നടത്തിയത്. രാവിലെ 8 മണിയാകുമ്പോഴേക്കും 120 വിവാഹങ്ങൾ നടന്നിരുന്നു. ക്ഷേത്രനഗരിയിൽ കനത്ത ഗതാഗത ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരുന്നത്. ഇന്നർ ഔട്ടർ റിംഗ് റോഡുകളിൽ രാവിലെ 6 മുതൽ ഉച്ചയ്ക്ക് 12 വരെ ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെയുള്ളവ പൂർണ്ണമായും വൺവേ ആയിരുന്നു. 100ഓളം പോലീസുകാരെയാണ് ക്ഷേത്രനഗരിയിൽ വിന്യസിച്ചത്. കൂടാതെ NCC, സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് വോളണ്ടിയർമാരുടെ സേവനവും ഉണ്ടായിരുന്നു. ദേവസ്വവും നഗരസഭയും പോലീസും ഒന്നിച്ചതോടെ ഗുരുവായൂരിലെ തിരക്ക് നിയന്ത്രണാധീനമായി. സാധാരണ ദിവസങ്ങളിൽ വിവാഹങ്ങളുടെ എണ്ണം 100 എത്തുമ്പോഴേക്കും ക്ഷേത്രനഗരി ഗതാഗത കുരുക്കിൽ അമരുമായിരുന്നു. എന്നാൽ ഇതെല്ലാം പഴങ്കഥയാക്കിയാണ് 334 വിവാഹങ്ങൾ നടന്നത്. ക്ഷേത്രനഗരിയിൽ യാതൊരു ഗതാഗത കുരുക്കും അനുഭവപ്പെട്ടില്ല. വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാൻ കൂടുതൽ സ്ഥലം അനുവദിച്ചു. വാഹനങ്ങൾ റോഡരികിൽ നിർത്തിയിട്ടില്ല. ദർശനത്തിനും ആർക്കും ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടിട്ടില്ല. ദർശനത്തിന് വരി നിൽക്കുന്ന ഭക്തരെ കൊടിമരം വഴി നേരെ നാലമ്പലത്തിലേക്ക് കടത്തിവിട്ടു. ക്ഷേത്രത്തിന് പുറത്ത് കിഴക്കേ നടയിൽ വിവാഹ മണ്ഡപങ്ങൾക്ക് സമീപം അടച്ചിട്ടു. ദീപസ്തംഭത്തിന് മുന്നിൽ നിന്ന് തൊഴാനുള്ളവരെ പ്രധാന വരിപ്പന്തലിലൂടെ കടത്തിവിട്ടു. ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ, അഡ്മിനിസ്ട്രേറ്റർ വിനയൻ, ACP TS സിനോജ് തുടങ്ങിയവർ തിരക്ക് നിയന്ത്രിക്കാനുണ്ടായിരുന്നു. താലികെട്ട് കഴിഞ്ഞവർക്ക് വിവാഹ രജിസ്ട്രേഷനും ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടില്ല. രാവിലെ 11:30 ആകുമ്പോഴേക്കും വിവാഹ തിരക്ക് അവസാനിച്ചിരുന്നു. ആർത്താറ്റ് പള്ളിപ്പെരുന്നാളിന് കച്ചവടത്തിനെത്തിയ കച്ചവടക്കാരന് മർദ്ദനം. മധുരപലഹാരങ്ങൾ വിൽപ്പന നടത്തുന്ന കുന്നംകുളം വലിയങ്ങാടി സ്വദേശി രാജീവിനാണ് മർദ്ദനമേറ്റത്. ഒരു കൂട്ടം ആഘോഷ കമ്മിറ്റിക്കാരാണ് മർദ്ദിച്ചതെന്ന് രാജീവ് പറഞ്ഞു. മർദ്ദനത്തിൽ മുഖത്തുൾപ്പെടെ പരിക്കേറ്റ രാജീവ് ആശുപത്രിയിൽ ചികിത്സ തേടി. പോലീസ് അന്വേഷണം ആരംഭിച്ചു. എരുമപ്പെട്ടിയിൽ അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വ്യാപാരി മരിച്ചു. മരത്തങ്കോട് കിടങ്ങൂർ ചിറ്റിലപ്പള്ളി വീട്ടിൽ 68 വയസ്സുള്ള ബാബുവാണ് മരിച്ചത്. കഴിഞ്ഞ ബുധനാഴ്ച പുലർച്ചെയാണ് കരിയന്നൂർ പാടശേഖരത്തിന് സമീപം സ്കൂട്ടറിൽ നിന്ന് വീണ് അബോധാവസ്ഥയിലായ നിലയിൽ ബാബുവിനെ കണ്ടത്. രക്തസമ്മർദ്ദം കൂടിയതാണോ മറ്റേതെങ്കിലും വാഹനം ഇടിച്ചിട്ട് പോയതാണോ എന്ന് വ്യക്തമല്ല. അപ്പോളോ ടയേഴ്സിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് കൊണ്ടുപോയ ടയറുകൾ മറച്ചുവിറ്റ കേസിൽ ലോറി ഡ്രൈവർ അറസ്റ്റിലായി. പത്തനംതിട്ട സ്വദേശി ബേബിയെയാണ് കൊടകര പോലീസ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ മാസം 22-ാം തീയതി പേരാമ്പ്ര അപ്പോളോ ടയേഴ്സിൽ നിന്ന് ടയർ ലോഡുമായി ഇയാൾ ബാംഗ്ലൂർക്ക് പോയിരുന്നു. ഈ ലോറിയിൽ നിന്നും 125 ടയറുകൾ ബേബി മറച്ചുവിറ്റുവെന്ന് കമ്പനി മാനേജർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ബേബിയെ അറസ്റ്റ് ചെയ്തത്. ഇയാൾ മറച്ചുവിറ്റ ടയറുകൾ കോയമ്പത്തൂർ ചാവടി ഭാഗത്ത് നിന്ന് പോലീസ് കണ്ടെടുത്തു.
സർക്കാർ ഓഫീസുകളും ദേവാലയങ്ങളും കേന്ദ്രീകരിച്ച് മോഷണം നടത്തുന്ന യുവാവിനെ എരുമപ്പെട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. എറണാകുളം രാമമംഗലം മഞ്ഞപ്പള്ളിക്കാട്ടിൽ അനിലാണ് അറസ്റ്റിലായത്. കഴിഞ്ഞ തിങ്കളാഴ്ച വെള്ളറക്കാട് മരത്തങ്കോട് പ്രദേശങ്ങളിൽ പരക്കെ മോഷണം നടന്നിരുന്നു. വെള്ളറക്കാട് വില്ലേജ് ഓഫീസിൽ നടന്ന മോഷണം സംബന്ധിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത്. വില്ലേജ് ഓഫീസിലെ മോഷണം താനാണ് നടത്തിയതെന്ന് പ്രതി പോലീസിനോട് സമ്മതിച്ചു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. SI U മഹേഷ്, ASI MK ഷാജു, SCPO സുരേഷ് ബാബു, CPO VB പ്രശാന്ത്, T സുഭാഷ് തുടങ്ങിയവർ പ്രതിയെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു. മാള ഹോളി ഗ്രേസ് പോളിടെക്നിക് വിദ്യാർത്ഥിയെ ക്ലാസ്സിൽ വെച്ച് ഇരുമ്പുവടി കൊണ്ട് അടിച്ച് പരിക്കേൽപ്പിച്ചതായി പരാതി. സുഹൃത്തിനെ ദേഹോപദ്രവം ചെയ്യുന്നത് തടയാനെത്തിയ 5ാം സെമസ്റ്റർ വിദ്യാർത്ഥി അഭിഷേകിനെയാണ് അതേ കോളേജിലെ വിദ്യാർത്ഥികൾ ആക്രമിച്ചത്. മെക്കാനിക്കൽ വിഭാഗം 3ാം സെമസ്റ്റർ വിദ്യാർത്ഥികളായ 5 പേരാണ് ആക്രമിച്ചതെന്ന് അഭിഷേക് പോലീസിൽ മൊഴി നൽകിയിട്ടുണ്ട്. വെള്ളിയാഴ്ച ഉച്ചയ്ക്കാണ് സംഭവം. നെറ്റിയിൽ ആഴത്തിൽ മുറിവേറ്റ അഭിഷേക് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ആക്രമിച്ച 5 പേർക്കെതിരെ മാള പോലീസ് കേസെടുത്തു. പാലിയേക്കര ടോൾ പ്ലാസയിൽ വൻ ഗതാഗത കുരുക്ക്. ആയിരക്കണക്കിന് യാത്രക്കാർ ദുരിതത്തിലായി. ഓണത്തിന് മുൻപുള്ള ഞായറാഴ്ച നിരവധി വിവാഹങ്ങൾ നടന്ന ദിവസം കൂടിയായപ്പോൾ നൂറുകണക്കിന് വാഹനങ്ങളാണ് ദേശീയപാതയിലെ ഗതാഗത കുരുക്കിൽപ്പെട്ടത്. വാഹനങ്ങളുടെ നിര 100 മീറ്ററിൽ കൂടുതലായ ടോൾ ബൂത്ത് തുറന്നുവിടണമെന്ന വ്യവസ്ഥ കഴിഞ്ഞ മാസമാണ് ദേശീയപാത അതോറിറ്റി പിൻവലിച്ചത്. ഇതോടെ എല്ലാ വാഹനങ്ങളിൽ നിന്നും ടോൾ പിരിച്ചതിനു ശേഷമേ വാഹനങ്ങൾ കടത്തിവിടുകയുള്ളൂ എന്ന കർശന നിലപാടിലായിരുന്നു ടോൾ പ്ലാസ അധികൃതർ. വൈകിട്ടോടെ തലൂർ മേൽപ്പാലം വരെയും മണലി പാലം കടന്നും വാഹനങ്ങളുടെ നിരയെത്തി. ഗതാഗത കുരുക്ക് അതിരൂക്ഷമാകുമ്പോൾ ടോൾ ബൂത്ത് തുറന്നുവിടാൻ നടപടി ഉണ്ടാകണമെന്ന് യാത്രക്കാർ ആവശ്യപ്പെട്ടു. ഇനി ഓണവിശേഷങ്ങളിലേക്ക്. ഓണത്തിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ പാവറട്ടി മേഖലയിൽ പപ്പട നിർമ്മാണം സജീവമായി. സദ്യയ്ക്ക് ഒഴിച്ചുകൂടാനാകാത്ത വിഭവം പപ്പടം. പ്രത്യേകിച്ച് ഓണസദ്യയ്ക്ക് പ്രതിസന്ധികളേറെ ഉണ്ടെങ്കിലും മേഖലയിൽ പലയിടത്തും പപ്പട നിർമ്മാണം കുടിൽ വ്യവസായമായി തുടരുന്നു. ആദ്യകാലങ്ങളിലെ പോലെ കൈകൾ കൊണ്ട് നിർമ്മിക്കുന്ന രീതിയാണ് നിലവിലുള്ളത്. ഉഴുന്ന്, ഉപ്പ് തുടങ്ങിയവ ഉപയോഗിച്ചാണ് നിർമ്മാണം. ഉഴുന്നിന്റെ വിലവർധനയും മഴയും പ്രതിസന്ധി സൃഷ്ടിച്ചതോടെ മുൻകാലങ്ങളെ അപേക്ഷിച്ച് പരമ്പരാഗത രീതിയിലുള്ള പപ്പട നിർമ്മാണം ഏറെ കുറഞ്ഞിരിക്കുകയാണ്. യന്ത്രങ്ങളുടെ സഹായത്തോടെ പപ്പട നിർമ്മാണം നടത്തുന്നവർക്ക് വില കുറച്ച് നൽകാനാകുമെങ്കിലും പരമ്പരാഗത രീതിയിൽ നിർമ്മിക്കുന്ന പപ്പടത്തിനാണ് സ്വാദ് കൂടുതൽ. വലിയ ലാഭം പ്രതീക്ഷിച്ചല്ലെങ്കിലും മുൻകാലങ്ങളിൽ അനുവർത്തിച്ചു പോന്നിരുന്ന തൊഴിലായതിനാൽ തുടരുന്നുവെന്നാണ് ചാവക്കാട് തിരുവത്ര സ്വദേശികളായ കാഞ്ഞിരപ്പറമ്പിൽ ദിലീപ് കുമാർ, വെങ്കളത്ത് സുഗതൻ എന്നിവർ പറയുന്നത്. ഇപ്പോഴും തങ്ങളുടെ കൈകൾ കൊണ്ടുണ്ടാക്കിയ പപ്പടങ്ങളാണ് വിൽക്കുന്നത്. കേരള പപ്പടം എന്ന പേരിൽ 30 കൊല്ലത്തെ പാരമ്പര്യമാണ് കാഞ്ഞിരപ്പറമ്പിൽ ദിലീപ് കുമാറിന് പപ്പട നിർമ്മാണത്തിലുള്ളത്. സ്വാദിഷ്ട പപ്പടം എന്ന പേരിൽ 23 വർഷത്തെ പാരമ്പര്യമാണ് വെങ്കളത്ത് സുഗതനുള്ളത്. വർഷങ്ങളേറെ ആയെങ്കിലും മായം ചേർക്കാത്ത സ്വാദിഷ്ടമായ പപ്പടങ്ങളാണ് ഇവർ ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുന്നത്. പ്രതിസന്ധികളേറെ ഉണ്ടെങ്കിലും ഈ തൊഴിലിൽ സംതൃപ്തനാണെന്ന് വെങ്കളത്ത് സുഗതൻ പറഞ്ഞു. 10-24 കൊല്ലമായി തൊഴിൽ മേഖലയിൽ ഇത് സ്വന്തമായിട്ട് നമ്മൾ എടുക്കാൻ തുടങ്ങിയിട്ട് ഇതിൽ വളരെ സംതൃപ്തനാണ്. കാരണം പിന്നെ ഓണാണിപ്പോ, കാരണം ഇപ്പൊ ഭയങ്കര തിരക്കാണ്. എല്ലാം കൊണ്ടും സദ്യയിൽ ഹാപ്പിയാണ്. പിന്നെ ഇതുവരെയുള്ള ജീവിതത്തിൽ കാരണം കയറ്റം ആർക്കൊക്കെ ഉണ്ടാവില്ല സാധാരണ, പക്ഷെ അതിലൊക്കെ ഈ ജോലിയിലേക്ക് ഞാൻ സംതൃപ്തനാണ്. നല്ല പപ്പടമാണ് കൊടുക്കുന്നത്. നല്ല ഉഴുതിൽ ചെയ്താൽ എല്ലാ പണി ഞാൻ സ്വന്തമായിട്ടാണ് ചെയ്യണത്. മറ്റു വാർത്തകളിലേക്ക്. ഒല്ലൂരിൽ ഹോട്ടലിന്റെ കാർ പാർക്കിംഗിൽ നിന്ന് 6 കിലോഗ്രാം കഞ്ചാവ് സഹിതം 3 പേർ പോലീസിന്റെ പിടിയിലായി. ഒല്ലൂർ പെരുവാങ്കുളങ്ങര സ്വദേശി പുളിക്കത്തറ വിവേക്, കൊല്ലം പാരിപ്പള്ളി സ്വദേശികളായ സമീത് മോൻ, ശശിധരൻ എന്നിവരാണ് പിടിയിലായത്. രഹസ്യവിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് മൂവരും പിടിയിലായത്. വിവേകിനും സമീത് മോനും പാലക്കാട് ജില്ലയിൽ മയക്കുമരുന്ന് കേസുമായി ബന്ധപ്പെട്ട് കേസുകൾ നിലവിലുണ്ട്. മലമ്പുഴ ജയിലിൽ വെച്ച് ഇരുവരും പരിചയപ്പെട്ടതിന് ശേഷം ഒരുമിച്ച് കഞ്ചാവ് കടത്ത് ആരംഭിക്കുകയായിരുന്നു. തമിഴ്നാട്ടിൽ നിന്നെത്തിച്ച കഞ്ചാവ് വിവേകിന് കൈമാറുവാനാണ് സമീതും ശശിധരനും ഒല്ലൂരിലെത്തിയതെന്ന് പോലീസ് പറഞ്ഞു. ചോദ്യനാളിൽ ഗുരുവായൂർ ക്ഷേത്രനടയിൽ തീർത്ത ആനന്ദ നൃത്തമാടുന്ന കണ്ണന്റെ പൂക്കളം ശ്രദ്ധേയമായി. കിഴക്കേ നടയിലെ അമ്പാടി കൂട്ടായ്മയുടെ വക വഴിപാടായാണ് പൂക്കളം ഒരുക്കിയത്. ക്ഷേത്രത്തിലെ വിവാഹ തിരക്ക് കണക്കിലെടുത്ത് സാധാരണ പൂക്കളമിടുന്ന ഭാഗത്തു നിന്നും കിഴക്കേ ക്ഷേത്ര ഗോപുരത്തിന് തൊട്ടുമുന്നിലായിരുന്നു പൂക്കളം ഒരുക്കിയത്. പുത്തഞ്ചിറ സുബ്രഹ്മണ്യന്റെ നേതൃത്വത്തിൽ 7 കലാകാരന്മാരാണ് പൂക്കളം ഒരുക്കിയത്.
കോൾ നിലങ്ങളിൽ സോളാർ വൈദ്യുതി ഉപയോഗിച്ച് കൃഷിക്ക് പമ്പിംഗ് നടത്തുവാൻ ലക്ഷ്യമിട്ട് ചാഴൂർ പഞ്ചായത്തിലെ പുള്ളിൽ പൈലറ്റ് പ്രോജക്റ്റായി സ്ഥാപിച്ച സോളാർ പ്ലാന്റ് നോക്കുകുത്തിയായി. അനർട്ടിന്റെ അനാസ്ഥയ്ക്കെതിരെ പ്രക്ഷോഭത്തിനൊരുങ്ങി കർഷകർ. 2022 പരീക്ഷണ പമ്പിംഗ് വിജയകരമായി നടത്തിയ സോളാർ പ്ലാന്റാണ് അനർട്ട് ഉദ്യോഗസ്ഥരുടെ കെടുകാര്യസ്ഥത മൂലം നോക്കുകുത്തിയായത്. 60 ലക്ഷത്തിലേറെ രൂപ ചിലവഴിച്ചാണ് അനർട്ടിന്റെ പദ്ധതി പ്രകാരം കണ്ണൂർ ആസ്ഥാനമായുള്ള റെയ്ഡ്കോ 50 HP വെർട്ടിക്കൽ ആക്സിയൽ പമ്പ് പ്രവർത്തിപ്പിക്കാൻ ആവശ്യമായ സോളാർ വൈദ്യുതി പ്ലാന്റ് പുള്ളുപാടത്ത് സ്ഥാപിച്ചത്. 2019 ആരംഭിച്ച പദ്ധതി പ്രവർത്തനം 2022 വിജയകരമായി പരീക്ഷണ പമ്പിംഗ് നടത്തിയതോടെയാണ് പൂർത്തിയായത്. കഴിഞ്ഞ 2 വർഷത്തിലേറെയായി ട്രയൽ റൺ വിജയകരമായിട്ട് നടത്തിയിട്ട് അത് പ്രവർത്തിപ്പിക്കാതെ ഇരിക്കുകയാണ്. ഇത്രയും കാലമായിട്ട് ഉത്തരവാദപ്പെട്ട അനർട്ടിന്റെ ഭാഗത്തു നിന്ന് കോൾ പാടശേഖരങ്ങളെ ഏൽപ്പിക്കുന്നതിനുള്ള യാതൊരു നടപടികളായിട്ടില്ല. അനർട്ടിന്റെ ഭാഗത്തു നിന്നുള്ള നിരുത്തരവാദപരമായിട്ടുള്ള സമീപനങ്ങളാണ് ഇതുവരെ കമ്മീഷൻ ചെയ്യാൻ കഴിയാത്തതിന് കാരണമെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. തൃശ്ശൂർ പൊന്നാനി കോൾ നിലങ്ങളുടെ മാതൃകാ പദ്ധതിയായിട്ട് വരണമെന്നും തുടർന്ന് എല്ലാ മോട്ടോർ ഷെഡുകളിലേക്കും ഈ സോളാർ വൈദ്യുതിയുടെ പദ്ധതി വ്യാപിപ്പിക്കണമെന്ന് കൂടി ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. സോളാർ പാനലുകളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന DC കറന്റ് AC ആക്കി മാറ്റിയാണ് 50 HB പമ്പ് പ്രവർത്തിപ്പിക്കുക. സംസ്ഥാനത്തെ പാടശേഖരങ്ങളിൽ കൃഷിക്കായുള്ള പമ്പിംഗ് സൗരോർജ്ജത്തിലേക്ക് മാറ്റി ചെലവ് കുറയ്ക്കാൻ ലക്ഷ്യമിട്ടായിരുന്നു പൈലറ്റ് പ്രോജക്റ്റായി പ്ലാന്റ് സ്ഥാപിച്ചത്. ഇവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വൈദ്യുതി KSEBക്ക് കൈമാറി വില ലഭ്യമാക്കാനാണ് പദ്ധതി വിഭാവനം ചെയ്തിരുന്നത്. 2022 ട്രയൽ റൺ വിജയകരമായതിനെ തുടർന്ന് കമ്മീഷനിംഗ് ഉടൻ നടത്തുമെന്ന് അനർട്ട് പ്രഖ്യാപിച്ചിരുന്നെങ്കിലും കമ്മീഷനിംഗ് നടന്നില്ല. സോളാർ പ്ലാന്റും അനുബന്ധ ഉപകരണ സംവിധാനങ്ങളും നശിക്കുന്ന അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. സംസ്ഥാനത്തിനൊട്ടാകെ മാതൃകയാകുമായിരുന്ന പദ്ധതി ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ കൊണ്ട് ഉപയോഗശൂന്യമാകുന്നതിനെതിരെ ആലപ്പാട് പുള്ളുപടവിലെ കർഷകർ പ്രക്ഷോഭത്തിനൊരുങ്ങുകയാണ്. TCV ന്യൂസ്, തൃശൂർ. തെക്കങ്കര വിരുപ്പാക്കയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മുൻവൈരാഗ്യത്തിന്റെ പേരിൽ അകാരണമായി സംഘം ചേർന്ന് മർദ്ദിച്ചതായി പരാതി. വിരുപ്പാക്ക സ്വദേശി വിഷ്ണു, വിനോദ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ആക്രമിച്ചതെന്ന് യൂത്ത് കോൺഗ്രസ് ആരോപിക്കുന്നു. മാനിനെ വേട്ടയാടിയതിന് വിഷ്ണു അറസ്റ്റിലായത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ നിർദ്ദേശത്തെ തുടർന്നാണ്. ഇന്ന് വൈരാഗ്യത്തിലാണ് ആക്രമണമുണ്ടായതെന്ന് യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ആരോപിച്ചു. കുന്നുകുളം മഞ്ഞൂർ പാർക്കാടി അമ്പലത്തിന് സമീപം നായ കുറുകെ ചാടിയതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട ബൈക്ക് മറിഞ്ഞ് ബൈക്ക് യാത്രികന് പരിക്കേറ്റു. അഞ്ഞൂർ സ്വദേശി ഷാജനാണ് പരിക്കേറ്റത്. ശനിയാഴ്ച രാത്രിയിലാണ് അപകടമുണ്ടായത്. കുന്നുകുളം ഭാഗത്തു നിന്ന് അഞ്ഞൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന ബൈക്കിന് മുൻപിലേക്ക് നായ ചാടിയതിനെ തുടർന്ന് ബൈക്ക് പെട്ടെന്ന് വെട്ടിച്ചതോടെ നിയന്ത്രണം വിട്ട ബൈക്ക് മറിയുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. വിനയവും ലാളിത്യവുമായിരിക്കണം പൊതുപ്രവർത്തകന്റെ മുഖമുദ്രയെന്നും ധാർഷ്ട്യം വർജിക്കണമെന്നും CPI ദേശീയ കൺട്രോൾ കമ്മീഷൻ അംഗവും അഖിലേന്ത്യാ കിസാൻ സഭ ദേശീയ സെക്രട്ടറിയുമായ സത്യൻ മുഖേരി പറഞ്ഞു. ഗോപാലകൃഷ്ണ മേനോന്റെ 28ാം ചരമവാർഷിക ദിനാചരണവും ഇന്ത്യയിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് MLA തെരഞ്ഞെടുക്കപ്പെട്ടതിന്റെ 75ാം വാർഷികാഘോഷവും കൊടുങ്ങല്ലൂരിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. CPI സംസ്ഥാന കൌൺസിൽ അംഗം KG ശിവാനന്ദൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി KK വത്സരാജ്, MLAമാരായ VR സുനിൽകുമാർ, ET ടൈസൺ തുടങ്ങിയവർ സംസാരിച്ചു. നേതാവായിരുന്ന 75ാമത് വർഷമാണ് അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ആദ്യമായി നിയമസഭയിൽ എത്തിയതിൻ്റെ 75ാമത് വാർഷികമാണ്. വാണിജ്യം. ഓണം കളറാക്കാൻ വൈവിധ്യമാർന്ന ബ്രാൻഡഡ് വസ്ത്രങ്ങളുടെ കമനീയ ശേഖരവുമായി വാഫി ടെക്സ്റ്റൈൽസ് പറപ്പൂരിൽ പ്രവർത്തനം ആരംഭിച്ചു. പറപ്പൂർ തോളൂർ റോഡിൽ ടിൻ ടവർ ബിൽഡിംഗിലാണ് വാഫി ടെക്സ്റ്റൈൽസ് വസ്ത്രവിസ്മയം ഒരുക്കിയിട്ടുള്ളത്. പുലികളിയുടെയും ശിങ്കാരിമേളത്തിന്റെയും അകമ്പടിയോടെ ഓണാവേശം പകർന്നാണ് വാഫി ടെക്സ്റ്റൈൽസിന്റെ പ്രവർത്തന ഉദ്ഘാടനം നടന്നത്. മണലൂർ MLA മുരളി പെരുന്നള്ളി ഉദ്ഘാടനം നിർവഹിച്ചു. വടക്കാഞ്ചേരി MLA സേവ്യർ ചിറ്റിലപ്പള്ളി, ഫുട്ബോൾ താരം CV പാപ്പച്ചൻ, സിനിമാ താരങ്ങളായ ഹരിശ്രീ അശോകൻ, ലിഷോയി, നിശാന്ത് സാഗർ, ജോജൻ കാഞ്ഞാണി, അവാർഡ് ജേതാവ് വർഗീസ് തരകൻ, സന്തോഷ് ട്രോഫി അസിസ്റ്റന്റ് കോച്ച് അസീസ് പണിക്കവീട്ടിൽ, മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതി വേണുഗോപാൽ, തോളൂർ പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീന വിൽസൺ, വാഫി ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചെയർമാൻ സജീവ് മാധവൻ, ഡയറക്ടർ മാളവിക സജീവ് മാധവൻ, സാമൂഹിക സാംസ്കാരിക രംഗത്തെ നിരവധി പ്രമുഖരും ചടങ്ങിൽ പങ്കെടുത്തു.
ആഘോഷവേളകളെ അവിസ്മരണീയമാക്കുന്ന വിപുലമായ കളക്ഷനുകളാണ് വാഫി ടെക്സ്റ്റൈൽസിൽ ഒരുക്കിയിട്ടുള്ളത്. സ്ത്രീകളുടെയും കുട്ടികളുടെയും വസ്ത്രസങ്കല്പങ്ങൾക്ക് ഇണങ്ങുന്ന ഓണക്കോടികളുടെയും ഫാഷൻ വസ്ത്രങ്ങളുടെയും അവിസ്മരണീയ ശേഖരം വാഫി ടെക്സ്റ്റൈൽസിൽ സജ്ജമാക്കിയിട്ടുണ്ട്. ഇന്നത്തെ സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 6660 രൂപ, പവന് 53,280 രൂപ. വെള്ളി ഗ്രാമിന് 89 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3153 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകൾ. ജില്ലയിൽ വീണ്ടും H1N1 പനിമരണം. കൊടുങ്ങല്ലൂർ ശ്രീനാരായണപുരം സ്വദേശിയാണ് മരിച്ചത്. തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ നവജാത ശിശുവിന്റെ മൃതദേഹം കണ്ടെത്തി. 2 ദിവസം പ്രായമുള്ള ആൺകുഞ്ഞിന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത്. മുഖ്യമന്ത്രിയുടെ ദൂതനായാണ് ADGP MR അജിത് കുമാർ RSS നേതാക്കളെ സന്ദർശിച്ചതെന്ന് KPCC വർക്കിംഗ് പ്രസിഡന്റ് TN പ്രതാപൻ. വിഷയത്തിൽ CPM സംസ്ഥാന സെക്രട്ടറി MB ഗോവിന്ദനും BJP സംസ്ഥാന പ്രസിഡന്റ് K സുരേന്ദ്രനും ഒരേ ഭാഷയാണെന്നും പ്രതാപൻ. തിരുവല്ലാമല മഹാദേവ ക്ഷേത്രത്തിൽ മോഷണം. 4 ഭണ്ഡാരങ്ങളും വഴിപാട് കൗണ്ടറും കുത്തിത്തുറന്നാണ് കവർച്ച. ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചുള്ള മോഷണങ്ങൾ തുടർക്കഥയാകുന്നു. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.